പ്രിയദർശിനി സൗജന്യയാത്രയ്ക്ക് കണ്ണൂരിൽ ഡബിൾ ബെൽ. വനിതകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രദാനം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ ആവേശത്തുടക്കം. കെ.എസ്.ആർ.ടി.സി കണ്ണൂർ ഡിപ്പോയിൽ രാവിലെ 9:45 വനിതകൾ തിങ്ങി നിറഞ്ഞ KL-15A 1644 കാഞ്ഞങ്ങാട് ടൗൺ ടു ബസ് ആരവങ്ങൾ ഏറ്റുവാങ്ങി യാത്ര തുടങ്ങി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ടി.ഒ. മോഹനൻ MLA നിർവഹിച്ചു. പദ്ധതി സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഇനി മുതൽ ബസ് യാത്രയ്ക്ക് വേണ്ടി വരുന്ന തുക സ്വരൂപിച്ച് കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് കഴിയും. ഈ പദ്ധതി ജനങ്ങൾക്കുള്ള ആനുകൂല്യമല്ല, മറിച്ച് അവകാശമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ അമ്മമാർക്ക് വരെ പദ്ധതി പ്രയോജനം ചെയ്യും, അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലിഷ ദീപക് അധ്യക്ഷയായി. ജില്ലയുടെ ചുമതലയുള്ള വൈദ്യുതി പാർലമെന്ററി കാര്യം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ റിജിൽ മാക്കുറ്റി, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സീജ മഠത്തിൽ, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷമീമ, മുൻ മേയർ മുൻസി മഠത്തിൽ, മുൻ ഡെപ്യൂട്ടി മേയർ ഷബിന ടീച്ചർ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പ്രതികരിച്ച് സോന, രാഷ്ട്രപതികളെ പ്രതികരിച്ച് റഷീദ് കാവായി, മുഹമ്മദ് അലി MP, CM അജീർ, KV സലീം എന്നിവർ സംസാരിച്ചു. KSRTC ഡിപ്പോ എഞ്ചിനീയർ അനീഷ് സ്വാഗതവും ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ MP സന്തോഷ് നന്ദിയും പറഞ്ഞു. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമം നോക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം എന്ന നിലയിൽ തുടർന്ന് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്.